ഹലോ, ഒരു സിമ്പിൾ ട്രഡീഷണൽ ലുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിനാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ പ്രൈസിന് നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു സിറം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ മസ്റ്റ് ഹാവ് ഇൻസ്റ്റാ ഗ്ലോ പ്രീ മേക്കപ്പ് സിറമാണ്. ഇതൊരു പ്രൈമർ കൂടിയാണ് കേട്ടോ. നല്ലൊരു ഗ്ലോയി ലുക്കൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ്. മേക്കപ്പ് ഒത്തിരി ലാസ്റ്റ് ചെയ്യും. മെയിനായിട്ട് നമ്മൾ ഗ്ലോയി ലുക്കാണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു സിറമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഫിറ്റ്മിയുടെ പോർലെസ് പ്രൈമർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലോയി പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും പോഴ്സ് എടുത്ത് കാണിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനത്തെ പ്രൈമേഴ്സ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ശേഷം ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രോക്കിറ്റാണ് ഉപയോഗിക്കുന്നത്. ഗ്യാപ്സ് ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ചാർക്കോൾ ബ്ലാക്ക് ലോങ് സ്റ്റേ കാജലാണ് എടുത്തിരിക്കുന്നത്. മമ്മാർത്തിൻ്റെ ഞാൻ വാട്ടർ ലൈൻ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന കാജലാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇതൊരു ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡാണ്. വാട്ടർ ലൈൻ ഞാൻ നന്നായിട്ട് എഴുതി കൊടുത്തിട്ട് ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ മെബ്ലിൻ്റെ ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പാക്കിൻ്റെ ലിപ്പ് ലൈനർ ഇട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ്. PAC അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഞാൻ ലൈൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നൈക്കയുടെ ഓൾ ഡേ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഷെയ്ഡ് വന്നിട്ട് കൂൾ കോപ്പ് എന്നൊരു ഷെയ്ഡാണ്. നല്ലൊരു ക്ലാസിക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 ആണ് കേട്ടോ. നൈക്കയിൽ ഇത് 300-ന് താഴെ എപ്പോഴും ഓഫറുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അതിനുശേഷം മൈഗ്ലാമിൻ്റെ സിറം കൺസീലർ ആണ് എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് വന്നിട്ട് ക്യാരമലാണ്. ഇതൊരു സാറ്റിൻ മാറ്റ് ഫിനിഷാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇതൊരു ഷിയർ കവറേജ് ടു മീഡിയം കവറേജാണ്. ഞാൻ കൺസീലർ ഫേസ് മുഴുവൻ ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബാംബു ബ്രഷസ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ബ്രോൺസൺ പ്രൊഫഷണലിൻ്റെ ഇത് ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു മേക്കപ്പ് ബ്രഷസ് ആണ് കേട്ടോ. ഒരുപാട് നല്ലതെന്നല്ല, അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ബ്രഷസാണ്. ലിപ്സ്റ്റിക്ക് ഇടാനും പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യാനും ഫൗണ്ടേഷൻ ബ്രഷസൊക്കെ നല്ല ബ്രഷസാണ്. അതിനുശേഷം ഞാൻ സിമ്പിൾ ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കെമ്പ് ജ്വല്ലറിയാണ് കേട്ടോ. അതിനുശേഷം അതിന് ചേരുന്ന കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. ഒരു റെഡ് പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുപ്പിവള ഇട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റോൺസ് വെച്ച് വള ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. then ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഇടാൻ മറന്നു കേട്ടോ. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ക്രീം ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 80 റുപ്പീസിനൊക്കെ. ഇത് അടിപൊളി ബ്ലഷാണ് കേട്ടോ. നല്ലൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. അതിനുശേഷം ഞാനൊരു മെബ്ലിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്റ്റേ ആണ് കേട്ടോ. നല്ല സ്റ്റേ ചെയ്യുന്ന ഒരു മസ്കാരയാണ്. അതിനുശേഷം ഞാൻ ഫേക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് മീഷോയിൽ അത്യാവശ്യം നല്ല ഫേക്ക് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ജാസ്മിൻ ഫ്ലവേഴ്സും ഒക്കെ കിട്ടും. അപ്പോൾ ഷൂട്ടിനും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ സ്പ്രിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.